ഗൈസ്, ഇന്ത്യയുടെ മാർച്ചിലെ മത്സരങ്ങൾ വരാനിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇപ്പം മാൽദീവ്സിനെതിരെ ആദ്യം ഫ്രണ്ട്ലി കളിക്കും, അതിനുശേഷം ബംഗ്ലാദേശിനെതിരെയാണ് ക്വാളിഫയർ മത്സരം നടക്കുന്നത്. നമ്മൾ സ്ക്വാഡിനെ പറ്റിയിട്ടുള്ളൊക്കെ ഒരു വീഡിയോ ചെയ്തതാണ്. അതിൽ പിന്നെ ചെറിയ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അഭിഷേക് സിംഗ് വരുന്നു, ആശിഷ് റായ്ക്ക് ഇഞ്ചേർഡ് ആകുന്ന ഒരു സാഹചര്യത്തിൽ. എന്നാൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ട്. ആലിംസാല ചാങ്തെ ഈ രണ്ട് മത്സരങ്ങളിലും കളിക്കില്ല എന്നുള്ളതാണ്, ഇഞ്ചുറി കാരണം എന്നുള്ളതാണ്. പക്ഷേ ഒരു റീപ്ലേസ്മെൻറ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വിവരം. അതിപ്പോൾ മാർക്കസ് അതുമായി ബന്ധപ്പെട്ട് സാധ്യതകളില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മളുടെ ഒരു ടീമിനെ ബാധിക്കുമോ, ഇന്ത്യയെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണുള്ളത്. തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ്. കാരണം ചാങ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു പ്ലെയറാണ്. നമുക്ക് ആസ് എ ഫാൻസ് എന്ന നിലയിൽ നോക്കുമ്പോൾ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. എസ്പെഷ്യലി ഇപ്പം ISL ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ അദ്ദേഹം നല്ല ഫോമിൽ തന്നെയാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ സാഹചര്യത്തിൽ ചാങ്തെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു 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 ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയിട്ട് മാറി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാച്ചുകൾ തന്നെയാണ് വരാൻ പോകുന്നത്, എസ്പെഷ്യലി ബംഗ്ലാദേശിനെതിരെ നടക്കാൻ പോകുന്ന ഒരു മത്സരം. അപ്പോൾ അവിടെ ഒരു ഗോളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയർ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾ അടിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് നമുക്കറിയാം വളരെ കുറവാണ് ടീമിൽ. ഈ സാഹചര്യത്തിൽ മറ്റ് പ്ലേയേഴ്സിനെ എടുക്കില്ല, നമുക്ക് ആവശ്യത്തിന് വിങ്ങേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മാർക്കസ് പറയുമ്പോഴും നമുക്ക് ആക്ച്വലി പ്രോപ്പറായിട്ടുള്ളൊരു റൈറ്റ് വിങ്ങർ എന്ന് പറയുന്ന രീതിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. പറയാൻ പറ്റുന്ന, അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ മൻവീർ സിംഗ് ആണ്. അദ്ദേഹമാണ് ഇപ്പോൾ മോഹൻ ബഗാനിൽ റൈറ്റ് വിങ്ങർ റോളിൽ കളിക്കുന്നു. അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെയിം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ചാങ്തയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പം ആ ഒരു ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലെയർ ആണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അവിടെ ഒരു അഡീഷൻ വരിക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് റൈറ്റ് വിങ്ങിൽ പ്ലേയേഴ്സിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് പ്ലേയേഴ്സിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ PV വിഷ്ണു, അതുപോലെ കോറു സിംഗ്, ഇമ്രാൻ, ജിതിൻ MS തുടങ്ങിയിട്ടുള്ള പേരുകളൊക്കെ പറയാം. എനിക്ക് തോന്നുന്നത് ഇതിൽ രണ്ട് പ്ലേയേഴ്സിനെ ഉറപ്പായിട്ടും ഇപ്പം നാഷണൽ ടീം വന്നാലും നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്ന രണ്ട് നെയിംസ് ഇമ്രാൻ ഖാൻ ആൻഡ് കോറു സിംഗ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയറെ പിക്ക് ചെയ്തിരുന്നെങ്കിൽ അവർ ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യും, ഗോൾ അടിക്കാനോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനോ, പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഒക്കെ ഉള്ള പ്ലെയേഴ്സാണ്. അപ്പം അവരുടെ ഒരു ടീമിൽ അഡീഷൻ നടത്തിയിരുന്നെങ്കിൽ ചാങ്തെ ഇപ്പം ചാങ്തെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ചാങ്തെ ഉണ്ട്, ബാക്കപ്പായിട്ട് മൻവീർ ഉണ്ട് എന്നൊക്കെ സാഹചര്യം പറയുന്നു. പക്ഷേ ചാങ്തെ ഇല്ല, പിന്നെ മൻവീർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഓപ്ഷൻ പ്രോപ്പറായിട്ട് നമുക്ക് ഇപ്പം ബോർസിങ്ങിൻ്റെ പേര് പറയാം, പക്ഷേ അദ്ദേഹം കുറച്ചും കൂടി ഒരു ഈ സീസൺ റൈറ്റ് ബാക്ക് ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. മറ്റു പല പ്ലേയേഴ്സും അവിടെ കളിക്കുമെന്ന് പറയുമെങ്കിലും പ്രോപ്പർ പൊസിഷനിൽ അങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു എന്നുള്ള സംശയങ്ങൾ നമുക്ക് ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് സെനിയോ.